എന്തൊക്കെയും മൂഡ് ശരിയായില്ല. എന്നാ കാര്യം മൂഡ് ശരിയല്ലാതെ? നീ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ നീ സൺഡേ വന്നാൽ മതിയെന്ന്. നീ സൺഡേ വന്നാൽ മതി എന്ന് പറഞ്ഞോണ്ട് നിന്നോട് എന്തിനാ സൺഡേ വരാൻ പറയാന്നറിയാവോ? ഇല്ല, ഞായറാഴ്ച എന്ന് പറയുമ്പോ എല്ലാരും അടിച്ചു പൊളിക്കുന്ന ദിവസമല്ല. എനിക്ക് ഞാൻ പറയാൻ മനസ്സിലായോ? ഇല്ല. അത് ഞായറാഴ്ച എന്ന് പറഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എൻജോയ് ചെയ്യുന്ന ദിവസമാണ്. അപ്പം എല്ലാവരും പാട്ടൊക്കെ പാടും. ഇപ്പോൾ ചേട്ടന്മാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വെള്ളം അടിക്കാനുള്ളൊരു വെള്ളം അടിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. ചിലർ റൈഡ് പോകുന്നവരുണ്ട്, ഔട്ടിങ് പുറത്ത് പോകുന്നവരുണ്ട്, അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. അപ്പം ഞായറാഴ്ചയാണ് എല്ലാവരും അവധി ദിവസമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു ദിവസം. അപ്പോഴത്തേക്കും നീ ഇപ്പം ഞായറാഴ്ച വരാൻ പറയുമ്പോൾ നീ ഇപ്പോൾ ഇവിടെ ഒന്ന് പാട്ട് പാടുന്നു. പാട്ട് പാടി കഴിയാൻ നേരത്തുണ്ടല്ലോ, അതെല്ലാവരും കേൾക്കുന്നു. അപ്പോൾ കാരണം നമ്മൾ സ്പീക്കറല്ല പാട്ടിടുന്നത്, നമ്മൾ വീട്ടിലല്ല, നമ്മൾ മൊബൈൽ ഫോണിലാണ് നമ്മൾ പാട്ടിടുന്നതെങ്കിൽ, മൊബൈൽ ഫോണിൽ നമ്മൾ പാട്ടിടുന്നെങ്കിൽ നമ്മളെ വീടിനകത്തുള്ളവരെ കേൾക്കത്തുള്ളൂ. അതേസമയം നമ്മൾ സ്പീക്കർ ഇടാൻ നേരത്ത് എല്ലാവരും കേൾക്കും, ഈ ഏരിയയിലുള്ള എല്ലാവരും. അത് മനസ്സിലായില്ലേ? അതുകൊണ്ടാ. അപ്പോഴത്തേക്കും ഞാനിപ്പോൾ നിന്റെ കാര്യം ഇഷ്ടപ്പെടുന്നതോടെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നീ മൈക്കിൽ കൂടി പാടുമ്പോൾ. പക്ഷെ ഞായറാഴ്ച ആകുമ്പോൾ അവധി ദിവസമല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിനാണ് നീ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. ഞങ്ങൾ ചോദിച്ചു നോക്കി മൂഡ് പോയത്, ഞങ്ങൾ ചോദിച്ചില്ലെങ്കിൽ എനിക്ക് മൂടൊപ്പില്ലായിരുന്നു. പക്ഷെ നീ അവധി ദിവസങ്ങൾ അങ്ങനെയാണെങ്കിൽ അവധി ദിവസങ്ങൾ അങ്ങനെ പറ്റുവാണെങ്കിൽ ചെയ്യായിരുന്നു. അല്ലെങ്കിൽ ഒരു അഗ്നിക്കും നീ ചോദിച്ചിട്ട് ഒരു പുറത്ത് പോവാ, വെള്ളടിക്കുക, പാട്ട് പോവാ ഒക്കെ ചോദിച്ചു. ഞങ്ങൾ എന്തൊക്കെയുണ്ട്, എനിക്ക് എവിടെയെങ്കിലും പോയി ടൂർ പോകണം, എവിടെയെങ്കിലും പോകണം, വണ്ടിയില്ല, കാറില്ല, ബസ്സില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് വന്ന് അവള് പോയപ്പോ എനിക്ക് വണ്ടി വേണ്ടേ, വണ്ടി വേണം, അത് വേണം. വണ്ടി ഇല്ലാതെ പോകാൻ പറ്റുമല്ല. കോഴിയാണെങ്കിലും വണ്ടിയുണ്ടോ, ഫോണിയാണെങ്കിലും വണ്ടിയുണ്ട്. വണ്ടി ആണെങ്കിലും വണ്ടി ഉണ്ടെങ്കിലും എനിക്ക് പോകാമായിരുന്നു. പക്ഷെ വീട്ടിലെ വണ്ടിയില്ല, കാറില്ല, ബൈക്കില്ല, ബസ്സില്ല, സ്വന്തമായിട്ടൊരു ജോലിയില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യണ്ട? ഒന്നുകൂടി പറഞ്ഞേ. അല്ല, എനിക്ക് വണ്ടി, എനിക്ക് കാറില്ല, ലോറിയില്ല, സ്കൂട്ടറില്ല, ബൈക്കില്ല. പിന്നെ എങ്ങനെയാ ചെയ്യണ്ടേ? നിനക്ക് എത്ര വയസ്സായി? 14. ഈ 14 വയസ്സുള്ള നിനക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റുമോ? നീ ഓടിച്ചല്ലോ. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞ്. കാപ്പി കുടിക്കും, ചൂടല്ലേ? ഊതി കുടിച്ചാൽ മതി, അല്ല കുറച്ച് കേട്ട് തണുക്കട്ടെ. എനിക്ക് 18 വയസ്സ് കഴിഞ്ഞ്, 20 വയസ്സ് കഴിഞ്ഞ്, 22 വയസ്സ് കഴിഞ്ഞ്. ഞാൻ മുതിർന്നവരാ. നീ എന്റെ കൂടെ കറങ്ങാൻ വരുന്നുണ്ടെന്ന് ചോദിച്ചു. നിന്റെ കൂടെ? നിന്റെ കൂടെ എന്റെ കൂടെ കറങ്ങാൻ വരുന്നുണ്ടെന്ന് ചോദിച്ചോ? ഞാൻ നിന്നോട് ചോദിച്ചു. നമ്മൾ അവിടെ സ്ഥലത്ത് പോവാനൊക്കെ ഉണ്ട് ചോദിച്ചത്. നമ്മള് എവിടെ പോകും? എടാ, പുറകെ ഇരിക്കുന്ന ആളില്ലേ, പുറകെ ഇരിക്കുന്ന ആൾക്ക് ലൈസൻസ് വേണ്ട, ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് വേണം. വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ഇല്ലേ? 18 വയസ്സ്. എനിക്കുണ്ട്. അത് വീടിനകത്ത് ഇരിക്കുക. അപ്പത്തേക്കും
18 വയസ്സ് കഴിഞ്ഞില്ലേ, 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഓരോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓടിക്കാൻ അറിയാവോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർക്ക് ബൈക്ക് ഓടിക്കാനുള്ള ഇത് കൊടുക്കുന്നത്. അതുവരെ അവർക്കും റോഡിലിറങ്ങി ഓടിക്കാനുള്ള അവകാശം ഇല്ല. ഇല്ല അല്ലേ? ഇല്ല. അപ്പൊ നമുക്കും ഞാനിപ്പം നിന്നോട് വീട്ടിൽ കൊടുക്കുക, അത് നിന്നോട് നോക്കുന്നു, നീണ്ടു കാക്കി പോകാന്ന് ചോദിച്ചാൽ നീ പോകുമോ? കൊണ്ടുപോകുമോ? നീണ്ടു പാർക്കിൽ കൊണ്ടുപോകാന്ന് ചോദിച്ചാലോ? എനിക്ക് കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ അങ്ങനെ കൊണ്ടുപോകാൻ നേരത്തുണ്ടല്ലോ, നിന്റെ വീട്ടുകാരുടെ അനുവാദം ചോദിച്ചിട്ട് എനിക്ക് നിന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. എന്റെ അപ്പാക്കില്ലേ, അപ്പാക്കിയോട് ചോദിച്ചാൽ മതി. നിന്റെ അച്ഛയോട്? അച്ഛനോട് ചോദിച്ചാൽ സമ്മതിക്കും. ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. മനസ്സിലായില്ലേ? എടാ ഇപ്പൊ ഉണ്ടല്ലോ, എനിക്കാണെങ്കിലോ, നീ ഇപ്പൊ കൊച്ചല്ലേ, നിനക്ക് 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ചുണ്ടു കുടിക്കും, ചൂടാ ഇപ്പൊ കുടിക്കണ്ട കേട്ടോ. എടാ ഞാൻ പറയാം, ഇപ്പൊ നിനക്ക് 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പത്തേക്കും ഇപ്പം നീ കൊച്ചാ. അപ്പത്തേക്കും നിന്നെ ഞാനാണെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ എനിക്ക് നിന്റെ വീട്ടുകാരുടെ അനുവാദം ചോദിക്കണം. കാരണം നീ കൊച്ചാ. ഫ്രണ്ടല്ലേ? ഫ്രണ്ടാണ്. വീട്ടുകാരോട് ചോദിക്കാൻ പോകാലോ? തീർച്ചയായിട്ടും പോവാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ രണ്ടും ഫ്രണ്ടാന്നുള്ളത് അത് നമ്മക്കറിയാം. പക്ഷെ ഉണ്ടല്ലോ, കാരണം നിന്റെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെയൊക്കെ വെച്ച് നോക്കാൻ നേരത്തുണ്ടല്ലോ, ഞാനൊരു കൊച്ചിനെ വെച്ചോണ്ട് ഇറങ്ങി അടിച്ച് നടന്ന് പോകുക. പറഞ്ഞു മനസ്സിലായോ? നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ കാര്യം? അതായത് എനിക്ക് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് എൻ്റെ കൂട്ടുകാരാണെന്നും പറഞ്ഞു. പക്ഷെ നമ്മുടെ ഏജ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, ഏജ് വ്യത്യാസമുണ്ട്. അപ്പത്തേക്ക് എനിക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പം നിന്റെ വീട്ടുകാരോട് ഞാൻ ചോദിക്കണ്ടേ, നിന്റെ അച്ഛനോടും അമ്മയോട്, അവനെ ഞാൻ നീണ്ടൂർ പാർക്കിൽ കൊണ്ടുപോയിക്കോട്ടെ എന്ന്. അപ്പം അവർ സമ്മതിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പോകത്തില്ല, ഹെൽമെറ്റ് ഒക്കെ വെച്ച്. നീ പറയരുത് ഹെൽമെറ്റ് വെക്കുന്നു, ഞാൻ ഹെൽമെറ്റ് വെച്ച് നമുക്ക് പോകാൻ പറ്റത്തില്ല. എനിക്ക് നിനക്ക് അവിടെ പോയാ പോരെ? കുഞ്ഞില്ല അവിടെ പോകുമ്പോ, പക്ഷെ അതൊക്കെ പറ്റൂല, കാണാൻ പറ്റുള്ളൂ. അല്ല കേറാതെ എങ്ങനെയാ കാണുന്നത്? കുഞ്ഞാണ് എന്റെ പാക്കും. കുഞ്ഞിതാണോ നീണ്ടൂർ പാർക്ക്? നീണ്ടൂർ പാർക്ക് പൈസ ഒത്തിരി പൈസ വേണം, അല്ലെങ്കിൽ ഒത്തിരി പൈസ വേണം. കേൾക്കുന്നുണ്ടോ? ഒത്തിരി പൈസ വേണം പോവാണെങ്കിൽ. നീണ്ടൂർ പാർക്കിൽ പോവാണെങ്കിൽ നമ്മളൊന്നും പോവാണെങ്കിൽ പൈസ വേണ്ട. നമ്മൾ പോവാണെങ്കിൽ പൈസ വേണ്ട. നമ്മൾ ഫ്രണ്ടൊക്കെ അല്ലേ, നമ്മൾ പോകാൻ പറ്റുമോ? പൈസ ഇല്ല. ഞാൻ ചോദിച്ചു, എൻ്റെ അമ്മയോടും അച്ഛനോടും ചോദിച്ചു, സമ്മതം വേണം. സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് എന്താകും, ബൈക്കിൽ പോവാം. ഇങ്ങനെയായിരിക്കും. ബൈക്കില്ലെങ്കിൽ നമുക്ക് ഒരു വണ്ടിയോ ടൂറിസ്റ്റ് പോവാം. ഇങ്ങനെയായിരിക്കും സമ്മതം. രണ്ടുപേര് പോകാൻ വേണ്ടി ടൂറിസ്റ്റ് ബസ്, ഒരു ബൈക്ക് പോരെ? ഇനി ചോദിച്ചില്ലേ, ചോദിച്ചോളാം. അങ്ങടെ പേര് കൊണ്ടുപോയി. നീന്തൊക്കെ പോണം. അപ്പം ഇതെല്ലാവരും വിളിച്ചു പോവാ. അങ്ങനെ സമ്മതിക്കുവാണെങ്കിൽ നമുക്കൊരു മൂന്നാർക്ക് പോയാൽ. മൂന്നാറോ? നീ ഇപ്പൊ ആദ്യം പറഞ്ഞ നീണ്ടൂർ പാർക്കല്ലേ? അതെ. അതങ്ങനെ എത്ര മൂന്നാറായത്? സമ്മതിക്കുവാണെങ്കിൽ പോവാം. സമ്മതിക്കുവാണെങ്കിൽ കൊണ്ടുപോകാൻ എനിക്ക് ഒരു കുഴപ്പമില്ല. നീന്തൊക്കെ കഴിയുമ്പോ നമുക്ക് മൂന്നാറിൽ പോവാം. നമുക്ക് എല്ലാവരും വിളിച്ച്, നമുക്ക് നമ്മൾ കൂട്ടുകാരെ വിളിച്ച്, നമ്മൾ ഫ്രണ്ടിനെ വിളിച്ച്, എല്ലാവരും വിളിച്ച് എല്ലാവരും വിളിച്ച് അവിടെ വേറെ
അല്ല നമുക്ക് ചോറ് പൈസ വേണ്ട. കോഴാണെങ്കിൽ ഒത്തിരി പൈസ വേണം. നമ്മൾ രണ്ടുപേരും പോകാൻ പൈസ ഒട്ടും വേണ്ട. പിന്നെ കോഴയ്ക്ക് 400 അല്ലെങ്കിൽ 500 അല്ലെങ്കിൽ 1000 15,000 കിട്ടും. നമ്മൾ അവിടെ ചെല്ലുവാണെങ്കിൽ കഴിക്കാൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, എല്ലാം ഉണ്ട്. കഴിക്കാൻ എല്ലാം ഉണ്ട്. ചിക്കൻ ബിരിയാണി അങ്ങനെയൊക്കെ ബിരിയാണി. അപ്പം നമ്മൾ ഇങ്ങനെ ബൈക്കിൽ കൂടെ പോവുകയാണെങ്കിൽ പാട്ട് പാടി പോവുകയാണെങ്കിൽ ഇതും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? അവിടെ അഭ്യാസം എങ്ങനെയായിരിക്കും? ഞാൻ ചോദിച്ചു. നമ്മൾ നീന്തപ്പാക്കി പോവുകയാണെങ്കിൽ അതായത് ഇതും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അഭ്യാസം? ആ ചോദിച്ചേ എങ്ങനെയായിരിക്കും? പാട്ട് കേൾക്കാൻ പറ്റുമായിരിക്കും. പാട്ട് കേൾക്കാൻ പറ്റത്തില്ലേ? നമ്മുടെ ബൈക്കിൽ പോവുകയാണെങ്കിൽ മൈക്കിൽ കൂടിയോ? ഇതും വായിക്കും എങ്ങനെയായിരിക്കും ചോദിച്ചേ. ഒന്നും കേൾക്കാൻ അങ്ങനെയായിരിക്കും. എന്നാ ചോദിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ ഇതും കൂടെ കൊണ്ടുപോയി എങ്ങനെയായിരിക്കും? ഈ രണ്ടും സ്പീക്കർ കൊണ്ടുപോയി എങ്ങനെയായിരിക്കും? രണ്ടും കൊണ്ടുപോകും എങ്ങനെയായിരിക്കും? സ്പീക്കർ കൊണ്ടുപോകുന്ന ഇപ്പം എന്നാ ഹലോ മിസ്റ്റർ അങ്ങനെ ചോദിച്ചു പോവാണെങ്കിൽ എങ്ങനെയായിരിക്കും? നാട്ടുകാർ കേൾക്കുമോ? ഒരു ചുറ്റുകാർ കേൾക്കുമോ? അവിടെ ഉള്ളവർ കേൾക്കുന്നതിനെ കുറിച്ച് അങ്ങനെയായിരിക്കും കേൾക്കുന്നതിനെ കുറിച്ചാണോ ചോദിച്ചേ? എങ്ങനെയായിരിക്കും കേൾക്കാൻ? എങ്ങനെയായിരിക്കും ചോദിച്ചേ? കേൾക്കുന്നവര് കേൾക്കും. അങ്ങനെയല്ല. അവര് എന്നാ വിചാരിക്കുന്നതാണോ? ഞാൻ സംസാരിക്കും, നീ പാട്ട് വെക്കും, പിന്നെ സംസാരിക്കും, പാട്ട് വെക്കും, പിന്നെ സംസാരിക്കും, പാട്ട് വെക്കും. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും? മറ്റുള്ളവര് പല രീതിയിലെടുക്കും അങ്ങനെ അല്ലേ? അതല്ലേ നീ ഉദ്ദേശിച്ചത്? എങ്ങനെയാ? അത് പലർക്കും പല ഇഷ്ടങ്ങളല്ലേ. അല്ല അവരെങ്ങനെയാ എടുക്കുന്നുള്ള കാര്യം ഞാൻ എങ്ങനെയാ പറയുന്ന? എന്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാൻ സംസാരിക്കും, നീ പാട്ട് വെക്കൂന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ അല്ലാതെ നീ അങ്ങോട്ടൊന്നും സംസാരിക്കണം ഇങ്ങോട്ടില്ല. പക്ഷെ ആലോചിക്കണം, ഞാൻ സംസാരിക്കുന്ന വ്യക്തിയോടെ പറയുന്നു. ഞാൻ സംസാരിക്കുന്ന വ്യക്തിയോട് നീ പാട്ട് വെക്കും അങ്ങനെയായിരിക്കും ചോദിച്ചത്. ഞാൻ പാട്ട് വെക്കും. പിന്നെന്നാ എടാ ഞാൻ ചോദിച്ചില്ലടാ, ഞാൻ സംസാരിക്കും ബാക്കിക്കൂടെ. കഴിഞ്ഞു നീ പാട്ട് വെക്കൂന്ന പറഞ്ഞത്. എങ്ങനെയായിരിക്കും? അങ്ങനെ അപ്പൊ മറ്റുള്ളവരെങ്ങനെയാ കേൾക്കാൻ നേരത്തെ എന്നാ പറയുന്നതാണോ പറയുന്നേ? ബാക്കിക്കൂടെ സംസാരിച്ച് കഴിയുമോ പാട്ട് വെക്കും എങ്ങനെയായിരിക്കും? അതുപോലെ നിങ്ങൾക്ക് പോവാം. ഇതുപോലെ എങ്ങനെയായിരിക്കും നീ പറയാൻ? എനിക്ക് മനസ്സിലായില്ല. നമ്മള് ഘോഷയാത്ര പോലെ. കോട്ടയത്തോ? ഘോഷയാത്ര അമ്പലത്തിൽ ഘോഷയാത്ര സംസാരിച്ച് പോവാന്ന് പറഞ്ഞത്. ബൈക്കിൽ കൂടി പാട്ടും വെച്ച് ബൈക്കിൽ ഇങ്ങനെ പാട്ടും കേട്ട് ഇങ്ങനെ പോവാ. അങ്ങനെ വരുമ്പോ ഉണ്ടല്ലോ, ബൈക്കിലിരിക്കുന്ന നീ സ്പീക്കർ പിടിക്കുന്നതും മൈക്ക് പിടിച്ച് പാട്ട് പാടുന്നതും ഡേഞ്ചറാ. വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ വീഴുകയല്ലേ കൺട്രോൾ ഇല്ലാതെ.
കൺട്രോൾ ഇല്ലാതെ വീഴുവരുന്നു. നിനക്ക് ബാലൻസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു കൈ സ്പീക്കറും മറ്റേ കൈ മൈക്കല്ലേ, അപ്പൊ നീ എങ്ങും പിടിച്ചിട്ടില്ലല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ആ ഡേഞ്ചർ കേട്ടോ. ഇങ്ങനെ ആലോചിച്ച അങ്ങനെയാണെങ്കിൽ നമുക്ക് കെട്ടി വെച്ചിട്ട് പോവാണെങ്കിലോ അങ്ങനെയായിരിക്കും. ബാക്കി വെക്കുന്ന പോലെ വെച്ചാലോ അങ്ങനെയായിരിക്കും. അപ്പൊ ഉണ്ടല്ലോ ട്രിപ്പിള് പോകുന്ന പോലെ ആയിപ്പോലും. അതായത് പുറകെ ലോഡ് ഇരിക്കുമല്ലോ. അല്ല മൈക്ക് എങ്ങനെ സ്പീക്കർ എങ്ങനെ കെട്ടി വെക്കാനാ ബൈക്ക്? അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതില് എളുപ്പമുണ്ടല്ലോ. അത്രയും റിസ്ക് എടുക്കുന്നതിനേക്കാളും എളുപ്പമുണ്ടല്ലോ. കുടിച്ചോ? ഞാൻ ചോദിച്ചെന്നറിയോ, അതായത് ഇപ്പോൾ ഉണ്ടല്ലോ ബൈക്ക് നമ്മൾ കെട്ടി വെച്ചുകൊണ്ട് പോയി റിസ്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്പീക്കർ വെക്കുക, എന്നിട്ട് നീ മൈക്കും പിടിച്ചിങ്ങനെ നിന്ന് പാടുന്നതല്ല കുറച്ചുകൂടി എളുപ്പം, ബെറ്റർ. പോയിട്ട് വെച്ചാലോ ചേവാണ്ട് പോയിട്ട് യേശുവിൻ്റെ പാട്ട് വെച്ച്, അതായത് യേശുവിൻ്റെ പാട്ട് വെച്ച് പോവാണെങ്കിൽ ചെറുവാണ്ട് വെക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ചെറുവാണ്ട് നൂറ്റുന്ന കവളം വെച്ച് വെക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ചോദിച്ചേ? നമ്മൾ ആലോചിച്ച് അങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും? നീ പറഞ്ഞ സംഭവം ഓക്കെയാണ്. അങ്ങനെ നീ ഇപ്പൊ പറഞ്ഞില്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ. ആ കാര്യം പറഞ്ഞ, അതായത് അവിടെ പോയി പാട്ട് വെച്ച് പാടുന്നു നീ, ഇവിടെ പോയി പാട്ട് വെച്ച് നീ പാടുന്നു നീ. അപ്പത്തേക്കും ഉണ്ടല്ലോ മറ്റുള്ളവരുടെ കണ്ണിലുണ്ടല്ലോ ഞാൻ നിന്നെ വെറുതെ പാട്ടും വെപ്പിച്ചിട്ട് അതായത് നോർമലി പൈസ ഇല്ലാത്തവരില്ലേ, ഞാൻ പറയുന്നത് ചിന്തിക്കണം. അതായത് ഇപ്പം ഓരോരുത്തരാണെങ്കിൽ ഇങ്ങനെ എൻ്റെ ഇന്ന കൊച്ചിന് മേല, അതുകൊണ്ട് ഞാൻ പാട്ട് പാടാം, എന്നെ സഹായിക്കണം എന്ന് പറയത്തില്ല ആൾക്കാർ, പറയത്തില്ല. മൈക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ പാട്ട് പാടുകയല്ലേ. എന്നിട്ട് ഓരോരുത്തർ സംഭാവന ചെയ്യുന്ന പൈസയല്ലേ ഇതാകുന്നത്, അവർക്ക് എടുക്കുന്നത്. അപ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതുപോലെ സ്പീക്കറും മൈക്കും നിനക്ക് ഇതുപോലെ തന്നു, എന്നിട്ട് നീ ചെറുവാണ്ടൂരും നൂറ്റുന്നവരെയും ഇവിടെയൊക്കെ പോയി പാട്ട് പാടിപ്പിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ, മറ്റുള്ളവർ വിചാരിക്കാൻ നേരത്തുണ്ടല്ലോ ഞാൻ നിന്നെ വെച്ച് പൈസ ഉണ്ടാക്കുമെന്ന്. അല്ല ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് മനസ്സിലായോ? എന്നാ മറ്റുള്ളവരൊക്കെ എന്നാ വിചാരിക്കും എന്നെ കുറിച്ച്? കാര്യം പറയാൻ എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നെനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം പറയാം. പക്ഷേ ഉണ്ടല്ലോ നീ ഇപ്പോൾ ഒരു കൊച്ച 10-14 വയസ്സോളം നീ എന്നോട് പറഞ്ഞ് ഞാൻ നിന്നേക്കാളും ഏജ് കൂടിയയാളാ. എനിക്ക് 10-25 വയസ്സ് മേളിലുണ്ട് പ്രായം. നമ്മൾ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. മനസ്സിലായോ? അതായത് അവര് നോക്കുമ്പോൾ ഞാൻ ഒരു കൊച്ചിനെ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങാൻ പോകുന്നു, ആ രീതിയാ വരുന്നത്. നമ്മളെ ഫ്രണ്ടാ നമ്മക്കല്ലേ അറിയത്തുള്ളു. കാണുന്നവര് വിചാരിക്കുന്ന നീ കൊച്ചല്ലേ, അല്ലേ? കാണുന്നവര് വിചാരിക്കുന്ന നീ കൊച്ചല്ലേ, അതാ ഞാൻ പറഞ്ഞല്ല വേറെ. പിന്നെ പാട്ടൊക്കെ നമുക്ക് വെച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറുവാണ്ടൂർ പോവാണെങ്കിൽ നമുക്ക് നൂറ്റൊന്ന് കവളെ പോവാം, പോവാം. അവിടെയുള്ളവർ കേൾക്കത്തില്ലേ? അവിടെയുള്ളവർ കേൾക്കുമ്പോൾ അവർ വിചാരിക്കത്തില്ലേ ഞാൻ നിന്നെ അവിടെ കൊണ്ടുപോയി പാട്ട് പാടിപ്പിച്ചു തന്നു. പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതെന്ന് വിചാരിക്കുമല്ലേ? പറഞ്ഞ് മനസ്സിലായില്ലേ? അതുകൊണ്ടാ, മനസ്സിലായോ? അല്ലാതെ എനിക്കങ്ങനെ കൊണ്ടുവന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. പക്ഷെ നീ കൊച്ചായതുകൊണ്ട്. അതേസമയം നീയും ഞാനും സെയിം ഏജ് ആണെങ്കിൽ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാനും മനുവില്ലേ,
ഞാനും മനുവും തമ്മിലാണെങ്കിൽ ഏജ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയാൻ ഞങ്ങൾ രണ്ടുപേരും പ്രായപൂർത്തിയായവരാ. അപ്പോഴത്തേക്ക് ഞങ്ങളിപ്പോൾ അങ്ങനെ പോയി പാട്ട് പാടിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ കുഴപ്പമില്ല. എൻജോയ് ചെയ്യാമെന്ന് നേരത്തെ രണ്ടുപേരും സ്റ്റെപ്പ് ഇടുന്നു, അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്താൽ മതി. പക്ഷെ നമ്മൾ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അത് പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിനക്ക് വീട്ടിൽ ഇവിടെ വെച്ച് പാട്ട് വെച്ച് തരുന്നത്. ഇപ്പം ഞാൻ ഇവിടെ വെച്ച് ഞാൻ പാട്ട് വെച്ച് തരുന്നില്ലേ? തരുന്നില്ലേ? ഉണ്ടോ? അപ്പോഴത്തേക്കും നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. പോകുന്നില്ല അല്ലേ? ഇല്ല, പോകാൻ പറ്റത്തില്ല. എനിക്ക് ഞാൻ പറഞ്ഞത് ഇപ്പം ചെറുതുള്ളത് കാശിയുടെ വീട്ടിൽ നിന്ന് അച്ഛന്മാർ വരിക, കളിക്കാർ വരിക, കളിക്കാർ അച്ഛന്മാർ വരിക, കാശി തോത്ത് വീട്ടിൽ ജോലിയിൽ പ്രാർത്ഥന നടക്കുക. അപ്പം ഞാനിങ്ങനെ ആലോചിക്കണം, എനിക്കും ചെയ്യാമെന്ന് വലിയ ആഗ്രഹമുണ്ടെന്ന് നോക്കിയോ. അപ്പോഴാണ് ഇങ്ങനെ ആലോചിച്ച് വെക്കുന്നത്. ആ പ്രജാശ ചോദിച്ചാൽ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെയായിരിക്കും? വലിയ അച്ഛൻ കാശിനെ വെച്ച് ജോലി വെച്ച് കാത്തിക്കുക. നമുക്ക് ചെയ്യാമോ? അതേ കൊച്ച് നീതന്നെ, ഞാൻ കുട്ടിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയാട്ടെ, പള്ളിയൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാലോ. നീ പാട്ട് വെക്കുന്നു, ഞാൻ പാട്ട് പാടുന്നു, കലക്ക് വെക്കുന്നു, ഞാൻ പാട്ട് പാടുന്നു. പാട്ട് കഴിഞ്ഞ് എല്ലാവരും പോയിട്ട് എങ്ങനെ ഇത് പോകുന്നില്ലല്ലേ? പോകാൻ പറ്റത്തില്ലല്ലോ. കാരണം ഞാൻ നിന്നോട് കാരണം പറഞ്ഞല്ലോ. കാരണം മറ്റുള്ളവർ വിചാരിക്കും ഞാൻ നിന്നെ വെച്ച് പറഞ്ഞു, മനസ്സിലായോ? അതുകൊണ്ടാ. പക്ഷേ ഉണ്ടല്ലോ, നീ വീട്ടിൽ വരുമ്പോൾ ഞാൻ നിനക്ക് പാട്ട് വെച്ച് തരുന്നില്ലേ? ആണോ അല്ലയോ? അപ്പം അത് തന്നെ നിന്റെ ഭാഗ്യമല്ലേ? ഞാൻ ചോദിച്ച മണിക്കൊരു നീ പോവില്ലയോ? ഇല്ല. പോകാൻ പറ്റുമില്ലയോ? ഇല്ല. കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ കാരണം എന്നാന്ന്, പറ്റത്തില്ലെന്ന്. പള്ളിയിലെ അച്ഛന്മാർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെയ്യട്ടോ. പള്ളിയിലെ അച്ഛന്മാർ ചെയ്യുവാണെങ്കിൽ, പള്ളിയിലെ അച്ഛന്മാരെ ചെയ്യുവാണെങ്കിൽ അവര് നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു കഴിഞ്ഞുണ്ടല്ലോ. ഒരു പള്ളിയിലച്ഛൻ വന്നിട്ടുണ്ടല്ലോ, നിനക്ക് മൈക്കിൽ കൂടി പാട്ട് പാടണമെന്ന് നീ പുള്ളിയോട് പോയി പറയുക. അങ്ങനെ പോയി പറയാൻ നേരത്ത് ആ പുള്ളിയുടെ സ്നേഹത്തോടെ നീ ആണെങ്കിൽ ഇപ്പം മൈക്കിൽ കൂടി ഒരു പാട്ട് പാടുക എന്ന് വിചാരിക്കും, ഒരു ക്രിസ്തീയ ഗാനം. അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് മറ്റുള്ളവർ ഏറ്റെടുക്കും. കാരണം എന്നാന്ന് വെച്ചാൽ അതൊരു വിശുദ്ധനായ ഒരു പള്ളിയിലച്ഛനല്ലേ. അപ്പം പള്ളിയിലച്ഛനെയൊക്കെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യും, ബഹുമാനിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു പള്ളിയിലച്ഛനാണ് നിന്നെ കൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നതെങ്കിൽ നാട്ടുകാർ വിചാരിക്കാൻ നേരത്തെ അതൊരു പുണ്യപ്രവർത്തിയായിട്ടാണ് വരുന്നത്. അതേസമയം ഞാനെന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനായിരുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ നേരത്ത് മറ്റുള്ളവർ ഞാൻ നിന്നെ വെച്ച് പൈസ ഉണ്ടാക്കുമെന്നേ പറയത്തുള്ളൂ. ഇപ്പം മനസ്സിലായി ഞാൻ പറയേണ്ട അർത്ഥം എന്താ? അച്ഛൻ ആകാവോ? നീ ആകാവോ? എങ്ങനെയായിരിക്കും? പള്ളിയിൽ അച്ഛൻ ആകാവോ? ആകാവോ? ഇത് നല്ല ചോദ്യം. നീ ചോദിക്കുന്ന കാര്യം പറഞ്ഞാ ആകാവോ? ഞാനെന്നത്ര പള്ളിയിലച്ഛനാണ്. ആകുമോ? ഇല്ല. ഞാൻ പറയട്ടെ, ഇപ്പം നിനക്കൊരാഗ്രഹം ഇല്ലേ? നീ ഇപ്പം പറഞ്ഞില്ലേ നിൻ്റെ ഒരു ആഗ്രഹം, അതായത് ഞാൻ പള്ളിയിലച്ഛനാകാമെന്ന് ചോദിച്ചില്ലേ? അതാകുമ്പോൾ നിന്നെ കൊണ്ട് പാട്ട് വെപ്പിക്കാമല്ലോ എന്നുള്ളൊരു സെറ്റപ്പ്. പക്ഷേ ഉണ്ടല്ലോ, അതുപോലെ തന്നെ എനിക്കൊരാഗ്രഹമില്ലേ, എനിക്ക് ഇന്ന ഒരാളാകണമെന്ന്. നീ ഇപ്പം നിന്റെ ആഗ്രഹം പറഞ്ഞില്ലേ? അപ്പം നിന്നെപ്പോലെ തന്നെ എനിക്കും ആഗ്രഹമില്ലേ, എനിക്ക് ഇന്ന ആളാകണമെന്ന്. എനിക്കിപ്പോൾ ബൈക്ക് റൈഡർ ആകണം, ഇങ്ങനെ കറങ്ങി നടക്കണം, അങ്ങനത്തെ പല കാര്യങ്ങളാകണം. അപ്പം എനിക്ക് പക്ഷെ എനിക്ക് പള്ളിയിലച്ഛനാകാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട്. കാരണം എനിക്ക് എൻ്റെ ആഗ്രഹം വേറെയാ. നീ ഇപ്പം എന്നോട് പറഞ്ഞില്ലേ നീ പള്ളിയിലച്ഛനാകണമെന്ന്, അത് നിന്റെ ആഗ്രഹമല്ലേ. ഞാൻ പള്ളിയിലച്ഛനാകി നിനക്ക് അവിടെ പാട്ട് പാടാൻ പറ്റും, ആ ഒരു അപ്പം ഞാൻ ചിന്തിച്ചപ്പോൾ ഉണ്ടല്ലോ, ചിന്തിച്ചതിൻ്റെ അല്ല, അപ്പം നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. പക്ഷെ അത് നടക്കണമെന്നില്ല, നടക്കാം. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് ആഗ്രഹമുള്ള പോലെ തന്നെ എനിക്കും ആഗ്രഹമുണ്ട്. ശരിയല്ലേ?
ഓക്കെ എനിക്ക് അപ്പൊ പിന്നെ ഞാൻ നിനക്ക് ചെയ്യാൻ പറ്റുമല്ല അല്ലേ? ഇല്ല, അത് പറ്റത്തില്ല. ഓക്കെ താങ്ക് യു.